അപ്പോൾ നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ, അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കോസ്റ്റ്യൂം. സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ജംഗ്ഷനിലേക്ക് അനിയനില്ല. അപ്പോൾ ജംഗ്ഷനിലേക്ക് ഞാൻ നടന്നുള്ളിലേക്ക് ഇവിടെ ഭയങ്കര ബ്ലാക്കായി പോലെ തോന്നും. ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ April 20 വേലയാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ജംഗ്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബസ് വന്നപ്പോൾ ബസ്സിൽ കയറി കുറേ കാലമായിട്ടാണ് ഞാൻ ബസ്സിൽ കയറിയിട്ട്. ഐ മീൻ ഇവിടെ നിന്ന് ടൗണിലേക്കൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ എന്തോ അനിയനാണ് ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. ഫ്രണ്ടാണ്, അവളെയും കണ്ടിട്ടുണ്ട്. പിന്നെ ഇതാ മഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ 2 പേര് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പം നമ്മൾ 3 പേരും കൂടിയിട്ട് കേക്കും വാങ്ങി. പിന്നെ ബേബി ഗേൾ, ബേബി ബോയ് അതിൻ്റെ സാധനം വാങ്ങിക്കാൻ വേണ്ടി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ വയസ്സായി ഇവരാണ്. അപ്പൊ നമ്മൾ കുറെ കടകളിലൊക്കെ കയറി നോക്കി, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. വെയിലാണെങ്കിൽ പാലക്കാടിന്റെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ എന്തോ ചത്ത പോലെ ആയിട്ടുണ്ട്. എന്റെ ശരീരം വെയിലിൽ കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ അടുത്ത് ബിസ്മയുണ്ട്. അപ്പൊ അതിലേക്ക് പോവാന്ന് പറഞ്ഞിരിക്കുകയാണ്. സ്വർഗം. അവിടെ പോയി ഇല്ലായിരുന്നു. നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കൂടെ വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ബസ് കയറി നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലോങ് സീറ്റിൽ ഇരിക്കാൻ 3 പേർക്കും കൂടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം 3 പേരും കൂടെ അവിടെ ഇരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഡ്രൈവറെ ഞങ്ങൾ എന്തോ പോലെ നോക്കുന്നുണ്ട്. ബുദ്ധിയില്ലാത്ത കുട്ടികളാണെന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നത്. എന്നാലും 3 പേരും കൂടെ നിരന്നിരുന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് സ്റ്റാൻഡിലേക്ക്, വേറൊരു സ്റ്റാൻഡിൽ കയറി അവിടെ നിന്ന് അവളുടെ അവിടേക്കുള്ള ബസ് കയറി. ഞങ്ങളിങ്ങനെ പെരു പറയുകയായിരുന്നു. ഞാൻ കോങ്കണ്ടാണ്. എനിക്ക് പിടിക്കാൻ നോക്കണ്ടെന്ന് എനിക്കറിയില്ല. ഫൈനലി നമ്മൾ അവളുടെ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ 2-3 ഫാൻസിലേക്ക് ചോദിക്കുന്നുണ്ട് ആ സാധനം, പക്ഷെ അവിടെ എവിടെയും കിട്ടിയില്ലായിരുന്നു നമുക്ക്. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര ചൂടാണ്. മോംക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വന്നു. ഗൈസ്, മാഡം. പിന്നെ അവള് നമുക്ക് ചൂടായതുകൊണ്ട് വെള്ളമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇത് മൊജിറ്റോ അല്ല കേട്ടാ, ഗ്ലാസിന്റെ കളറാണ്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വെള്ളമൊക്കെ കുടിച്ചു. ഞാൻ കെട്ടില്ല ഗായ്സ്. കല്യാണം കഴിക്കില്ല എന്നല്ല കേട്ടോ. ബലൂണ് കെട്ടില്ല. ഗൈസ്, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നല്ലേ പരസ്പരം ഓരോരുത്തരുടെ കുറ്റം പറയാ. ഇതാണ് നമ്മുടെ ഒരു പോളിസി. എന്താന്ന് അറിയില്ല, അതറിയില്ല ഗൈസ്. അപ്പോൾ നല്ല ബിരിയാണീൻ്റെ മണം വരുന്നുണ്ട്, എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗൈസ് ഇതിൽ ഫുള്ള് എൻ്റെ ശ്വാസമാണ് നിറച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ എല്ലാവർക്കും ഇങ്ങനെ ശ്വാസം കൊടുത്തുകൊണ്ടിരിക്കും. ഈ റിബണാണ് കേട്ടോ. ഇത് മോം ടു ബി എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഞാനല്ല. ഫൈനലി നമ്മൾ ചെറിയ തോതിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ശ്വാസങ്ങളൊക്കെ വിട്ടുവിടാൻ നിൽക്കുന്നത്. ആ കേക്ക് ഫ്രിഡ്ജിലുണ്ട് ഗൈസ്. വെളിച്ചം പിന്നെ അവിടെ നമ്മള് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് 2 പേര് വരാനുണ്ട് ഈ പിള്ളേര്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് ഈ ചേച്ചിന്റെ അവിടുന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇരുന്നുണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ ചൂട് സഹിക്കാൻ തന്നെ പറ്റുന്നില്ല കേട്ടാ. അപ്പൊ എല്ലാരും കൂടെ ചേർന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ബ്ലാ 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 ആണ് നമ്മള്. കട്ട് ചെയ്യാൻ വേണ്ടി പക്ഷെ ഞങ്ങളുടെ കേക്ക് കൂടെ ചേർന്ന് ഞാൻ ഒരു അണ്ണാച്ചിയോ. അതുവരെ ഞാൻ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കുട്ടിയായിരുന്നു. എല്ലാവരും ഹായ്. നീ ഇങ്ങനെ വെച്ചിട്ട്
അവസാനം അവൾക്ക് ഷുഗർ വരുന്നുണ്ടാ. പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമൊക്കെ കഴിച്ച് ഇതാ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് എല്ലാം നമ്മൾ തന്നെ വാങ്ങിയത്. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. എവിടെയെന്ന് വെച്ചാൽ അവളുടെ ചേച്ചിക്ക് ഡേറ്റ് ആയിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചേച്ചിയുടെ ഡെലിവറിയും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ കേക്ക് ബർത്ത്ഡേന്റെ കേക്കും കൂടെ നമ്മൾ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പോയെന്നാണ് ചേച്ചിക്ക് വയ്യാതായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ എത്തി കുറച്ച് നേരം കഴിഞ്ഞു ചേച്ചി പ്രസവിച്ചു. അന്നാണ് നമ്മൾ പോയത്. പക്ഷെ ബിരിയാണി എന്തായാലും നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ. അപ്പൊ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കണം. പിന്നെ എനിക്ക് ഇവളുടെ വീട്ടിലെ ബിരിയാണി നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. ആ ബിരിയാണി എന്റെ വീട്ടിൽ വെച്ച ആ ബിരിയാണിന്റെ ആ ടേസ്റ്റും കിട്ടിക്ക് വരില്ല എന്ന് തോന്നുന്നു. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. അപ്പൊ ഞാൻ എന്താ ബിരിയാണിയൊക്കെ കഴിച്ച് ആടി നല്ല വൈബ് ഉണ്ട്. ആൾപ്പാർക്ക് പോയി. ഞങ്ങൾ തന്നെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ എന്താണ് സൂര്യ നമുക്ക് അത് പഠിക്കാം, അല്ലെങ്കിൽ സൂര്യ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞാനാണെന്ന് തന്നെ അനുഷ്യ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് നടന്ന പെണ്ണാണ്. ഇനിയിപ്പോൾ ഇതാ 2 ആഴ്ച കഴിഞ്ഞ് അമ്മയാവാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മള് ഇവിടെയാണ് ബേബി ചോട്ടുന്നത്. അപ്പൊ നീ എക്സ്പ്രഷൻ ഇടുന്ന് പറയാണ് കേട്ടോ. അൻഷി ബായ്. അൻഷി മഞ്ഞ നീ ഇവിടെ ഇരിക്കുകയാണോ? പിന്നെ നമ്മൾ ബായ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അത്യാവശ്യം സമയം കൂടെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് സ്റ്റോപ്പിലേക്ക്. പക്ഷെ ഒരു ദൈവം തമ്പുരാൻ പോലെ ഈ ഓട്ടോനെ കണ്ടപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറിയായിരുന്നു. പിന്നെ അവിടെ ജംഗ്ഷനിൽ കൊണ്ട് അവിടുത്തെ ജംഗ്ഷനിൽ കൊണ്ട് വിട്ടായിരുന്നു കേട്ടോ. ഭയങ്കര ചൂട്. എനിക്ക് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂടായിരുന്നു. നമ്മൾ പെട്ടെന്ന് ഓട്ടോ കിട്ടിയത് തന്നെ സത്യം പറഞ്ഞാൽ രക്ഷപ്പെട്ടതാണ് കേട്ടോ. അല്ലെങ്കിൽ നടന്ന് കരിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നും ബസ് കയറിയായിരുന്നു. അതൊക്കെ മൊത്തത്തിൽ വേർത്ത് കുളിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ടേക്ക്. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റേഡിയത്തേക്ക് ബസ് കയറണമായിരുന്നു. ആ പോകുന്ന വഴിക്കാണ് കുറേ ജാഥ. എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. കുറേ ചേച്ചിമാര് വനിതകളുടെ ജാഥയാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. കാരണം അവരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്, സ്റ്റാൻഡ് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പിള്ളേരുടെ കൂടെ ചേർന്ന എൻ്റെ ഒരു ദിവസം. അപ്പോൾ ഇത്രയുള്ളത്തെ വീഡിയോ. താങ്ക് യു.